ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കാപ്പാട്ടേക്കാണ്. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കപ്പലിറങ്ങിയ സ്ഥലമാണ് കാപ്പാട്. അപ്പോൾ അവിടേക്കാണ് പോണത്. നമ്മളിത് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു, പക്ഷേ കാപ്പാട് കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കാപ്പാട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. പാപ്പൂസത്തെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായി ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത്. വഴി നമുക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ കാപ്പാട് എത്തിയിട്ടുണ്ട്. കാപ്പാട് എത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് വന്നിട്ടാണ് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറാം. അതിന് മുന്നേ ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ചെറുതായി ഒരു വിശപ്പുണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് അകത്തേക്ക് കയറാമെന്ന് വെച്ചു. അങ്ങനെ ഇവിടെ വന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടുന്ന് ഗ്രീൻ ബീൻസും ഒക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ചായ കുടിച്ച് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ഫ്രണ്ടിൽ തന്നെ കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതുപോലുള്ള ബാക്കി ഐറ്റംസുകളൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നേക്കാണ്. അങ്ങനെ ബീച്ചിൽ ഇറങ്ങി കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ പാപ്പൂസ് ഇവിടെ നിന്ന് കുറച്ച് നേരം കളിക്കണം. അതായത് പേര് അവളുടെ മെയിൻ ഉദ്ദേശം ഇവിടെ അങ്ങനെ പേര് എഴുതി വയ്ക്കുക, അപ്പോൾ തിര വന്നിട്ട് മാക്കുക, അതൊക്കെയാണ് അവളുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ തുടക്കത്തിലൊന്നും മേലും നനയാത്ത കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ആൾ വിധം മാറും, ബീച്ചിൽ ഇറങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിന് മുന്നുള്ള കുറച്ച് വന്ന അവസരത്തിലുള്ള പേര് എഴുതിയിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പേരൊക്കെ എഴുതി തിരമാല വന്ന് മാക്കണതൊക്കെ നോക്കി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീച്ചിൽ കളി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായി ഒന്ന് മഴ പെയ്തു. അപ്പോൾ നമ്മൾ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് കയറി നിൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന് വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ബീച്ചിലിറങ്ങി കളിച്ചാലും ഡ്രസ്സ് മാറാനുള്ള സൗകര്യം, വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് ഷവർ ഏരിയ ഇട്ട് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോവാം. പിന്നെ കുട്ടികൾ കളിക്കാനുള്ള വേറെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പൂസ് ചെറുതായി ഒന്ന് ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഊഞ്ഞാലോടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം മഴയൊക്കെ മാറിയപ്പോൾ ആളുടെ വിധം മാറിക്കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ബീച്ചിൽ ഇറങ്ങാണ്ട് പോകില്ല എന്ന് ഉറപ്പാണ്. മഴ മാറിയപ്പോൾ പിന്നെ ബീച്ചിൽ ഇറങ്ങണമെന്നായി. അങ്ങനെ ബീച്ചിൽ വന്ന് ഇപ്പോഴാണ് ശരിക്കും ബീച്ചിൽ വന്നതിൻ്റെ യഥാർത്ഥ എൻജോയ്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പൂസിൻ്റെ അതേ പ്രായമുള്ള കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നകൃതിയായിട്ട് ആ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.